ഹലോ. സോ ഗുഡ്. കുറച്ച് നേരം കൂടി കിടന്നു. എന്താടാ മോനെ ഇത്? കല്യാണം കഴിഞ്ഞപ്പോൾ നിനക്ക് ബോധോദയം ഉണ്ടാകും. ഞാൻ പറയുന്ന അനുസരിച്ചായിരുന്നല്ലോ. അച്ഛൻ ജോലിയും കഴിഞ്ഞ് വന്നോ? എന്നെ ഭാര്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കണ്ട വെച്ചാ, അല്ലെങ്കിൽ അവൾക്കൊരു വിലയില്ല. അവളുടെ അമ്മായിപ്പിന് അത്ര സിക്സ് പാക്ക് കൂടുതൽ ഏറ്റവും ഹോട്ടായിരിക്കുന്നത്. അത് ഞാനല്ലേ? അപ്പൊ എന്നോടുള്ള ജലസിക്കാണോ നീ കാട്ടി കൂട്ടുന്നത്? എടാ, പ്രായമായാലും ഞാൻ എങ്ങായിരിക്കാം, എന്ത് ചെയ്യും? അച്ഛൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയതൊക്കെ തന്നെ. അത് പറഞ്ഞ് ഈ ജോഗിങ് ചെയ്ത് എന്തിനാ ബോഡി ഉണ്ടാക്കുന്നത്? അച്ഛൻ ഈ രാമനാരായണൊക്കെ വായിച്ച് ബസ് മക്കൂറൊക്കെ തൊട്ടാ മുക്കിലോ മൂലയിൽ ഇരുന്നൂടെ? അസൂയക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലടാ. ഇങ്ങനെ പോവാണെങ്കിൽ ഞാനൊരു സയന്റിസ്റ്റായി മാറും, അസൂയക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ട്. മോളെ എണീറ്റില്ലടാ? ഇല്ല അച്ഛാ, അതിന് ചെറുതായിട്ട് കോൾഡുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിന്ന് നേരത്തെ വിളിച്ചില്ല. ഇനിയിപ്പോൾ പോയി വിളിക്കണം, ഓഫീസിൽ പോകാൻ ടൈമായി തുടങ്ങിയല്ലേ. ഫീവർ ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ അടുത്ത് എന്തുകൊണ്ട് നീ പറയാഞ്ഞത്? അത്ര വലിയ ഫീവർ ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടുണ്ടെങ്കിലോ. ഞാൻ ടാബ്ലറ്റ് കൊടുത്തിരുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ മോളെ കൊണ്ട് ഡോക്ടറെ കാണിക്കും, വിളിച്ചുകൊണ്ടിരിക്കണ്ട. നീ എന്തായാലും മോളുടെ അടുത്തേക്ക് ചെല്ലോ. അനു, അനു. എന്താ എന്നെ വിളിക്കാതിരുന്നേ? മാറി നിൽക്കാനോ? കല്യാണത്തിന് മുമ്പ് എന്നെ ഇങ്ങോട്ട് വന്ന് ഫ്ലേറ്റ് ചെയ്തായിരുന്ന പെണ്ണോ? അന്നല്ലേന്നോ? അപ്പൊ ഇന്ന് അന്ന് വേണ്ടെന്നാണോ? ഇന്നലെ ഭക്ഷണം കഴിച്ചു വെച്ചിട്ട് നമ്മൾ ഇന്ന് കഴിക്കാതിരിക്കുന്നുണ്ടോ? നമ്മൾ കഴിക്കില്ലേ? അതുപോലെ തന്നെയോ ഇത്. നിനക്ക് നല്ല ഫീവർ ആയിരുന്നല്ലേ? ഇന്നൊക്കെ അത് മാറിയൊന്നു ഞാൻ ചെക്ക് ചെയ്യട്ടെ. അനുമോളെ സിദ്ധുമോനെ താഴത്തേക്ക് കണ്ടില്ലല്ലോ. അനന്തേട്ടൻ കണ്ടിരുന്നോ അവരെ? ആ കണ്ടിരുന്നു. സിദ്ധു ഇവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അവരുടെ അടുത്ത് ഞാൻ മോളെ കുറിച്ച് ചോദിച്ചു. മോൾക്ക് ഇത്തിരി ഫീവർ ഉണ്ട്, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു. വെറുതെ അല്ലേ ഇന്ന് എന്റെ അടുത്തേക്ക് കിച്ചണിൽ കാണാതിരുന്നത്? ഇല്ലെങ്കിൽ എന്ന് രാവിലെ എണീറ്റ് ഓടി വരുന്നതാ. എല്ലാവരും കാര്യം നോക്കി നടക്കും, സ്വന്തം കാര്യം നോക്കാൻ മടി എന്റെ കുട്ടി. അർച്ചനേട്ടാ എഴുന്നേക്കുന്നില്ലേ? കുറെ നേരമായല്ലോ കിടന്ന് ഉറങ്ങുന്നു. നീ രാവിലെ തന്നെ ടി വി കണ്ടോണ്ടിരിക്കണോ? വേറെ പണിയൊന്നുമില്ലേ? നീട് മോള് വല്ല പണിയെടുക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അവള് തന്നെ എല്ലാം ചെയ്യുന്നത്, എന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല. നീ ഇങ്ങനെ പോയ കാർത്തികേ നീ മടിച്ചാവൂല്ലോ. ഞാൻ നീത് മോളെ കണ്ട് പറയാം. മോള് കിച്ചണിലല്ലേ, ഞാനാട് ചെല്ലട്ടെ. മോളെ, നീതു മോളെ. ഡാഡി എഴുന്നേറ്റോ? ഡാഡിക്കുള്ള കാപ്പി ഞാനിപ്പോ എടുത്തേരാവേ, അവിടെ ഇരിക്കോ. എന്താ മീനുട്ടി ഇത്? ഓഫീസിലെ വർക്ക് ചെയ്യുന്നു, അതോടൊപ്പം വീട്ടിലത്തെ ജോലിയും ചെയ്തു. എന്തിനാ ഭാരം കൂട്ടുന്ന നീ? അമ്മ ഏൽപ്പിച്ചൂടെ? ഡാഡാ, ഞാനും ഗീച്ചും കൂടി ഓഫീസിൽ പോയി കഴിഞ്ഞാ നക്ഷനെ നോക്കുന്നത് അമ്മയല്ലേ. അവൻ അമ്മേനായിട്ട് പെടാപാട് പെടുത്തിക്കും. അത് തന്നെ അമ്മയ്ക്കൊരു പണിയാ. അപ്പൊ ഈ വീട്ടത്തെ പണിയും കൂടി ഞാൻ എന്തിനാ കൊടുക്കുന്ന വെച്ചിട്ടാ. ശരി ശരി, അമ്മയ്ക്കും കുറച്ച് പണിയൊക്കെ കൊടുക്ക്. മോള് മൊത്തം ഭാരം എടുക്കണ്ട. കിച്ചു നച്ചുമോനെ എണീറ്റില്ലേ? കിച്ചു എണീറ്റിട്ടില്ല, ഞാൻ പോയി വിളിക്കണം. നച്ചു എണീറ്റിട്ടുണ്ട്, പക്ഷെ എവിടെയോ പോയെന്ന് എനിക്കറിയില്ല. ഇവിടെ എവിടെയോ വിളിച്ചിരിക്കുന്നുണ്ട്. ഡാഡ കണ്ടെത്തുകയാണെങ്കിൽ എന്റെ അടുത്തൊന്ന് പറയുന്നേ. ഞാൻ കിച്ചനെ പോയി വിളിച്ചിട്ട് വരാം ഡാഡാ. അച്ഛന് നച്ചുമോൻ എവിടെയാ? ഇവിടെ എവിടെ വിളിച്ചിരിപ്പുണ്ടെന്ന് അച്ഛന് അറിയാട്ടോ. ഇവിടെ ഉണ്ടായിരുന്നോ?
മമ്മീനെ പറ്റിക്കാൻ വേണ്ടി നിന്നതാ. ഇങ്ങനെ പോയി മമ്മയുടെ നടി കിട്ടും. പല്ല് പോലും നീക്കാൻ നിൽക്ക. LKG പഠിക്കുന്ന വലിയ ചെക്കനായില്ലേ. വാ വാ വാ, പല്ലേപ്പിച്ചു തരാം അച്ഛൻ. കിച്ചു, വിളിച്ചാലും കേക്കില്ല. കിച്ചു എഴുന്നേക്കുന്നുണ്ടോ? രാവിലെ തന്നെ വിളിച്ചു കൊണ്ടേ ഞാൻ എഴുന്നേറ്റു. ഓനെവിടെ? കിച്ചു, അവൻ എന്തിനാ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവന്റെ കൂടെ കളിക്കാനൊന്നും പോവാൻ നിൽക്കാതെ പോയി കുളിച്ച് റെഡിയാവ്. ഓഫീസിൽ നിന്ന് നേരത്തെ എത്താൻ പറഞ്ഞതല്ലേ. പുതിയ സ്റ്റാഫ്സ് ഒക്കെ വരുന്നതല്ലേ, അവരെ ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ ചെയ്തിട്ടല്ലേ അവർ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. പിന്നെ ഇനി എന്തിനാ ഇന്റർവ്യൂ ചെയ്യുന്നത്? എന്നെ കൊണ്ടൊന്നും വയ്യ. ഇത്ര വയ്യെങ്കിലേ അനുവിനെ വിളിച്ച് വിവരം പറഞ്ഞേക്ക്. എന്തിനാ അവളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്ക് വയ്യായിരുന്നില്ല. ഞാനിപ്പോ റെഡിയാവും, നമുക്ക് പോകാൻ നോക്കാം. ഗുഡ് മോർണിംഗ് മനു മാഡം. ഗുഡ് മോർണിംഗ് ദിയ മാം. സിദ്ധു സാറും കിച്ചു സാറും കൂടി ഇന്റർവ്യൂ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ എംപ്ലോയീസിനെ മേഡം കാണുന്നില്ലേ? ആ, ഞാൻ പോകുന്നുണ്ട് ദിയ. അവരോട് എൻ്റെ ക്യാമ്പിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. സോറി. എന്റെ ഡ്രസ്. ഓ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. ഈ കോഫിയുടെ കറ പോവാൻ പാടാ. നീ ഒന്ന് വാ, ഞാൻ തുടച്ചുതരാവേ. സോറി. കോഫി തട്ടിയാൾ തുടക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, താങ്കൾ ഈ കൈയൊന്നും എടുക്കുവോ? അതെങ്ങനെയാ ദിയ? താങ്ക് യു, ഐ ഹാൻഡിൽ. ഐ എം റിയലി സോറി. എന്നെ പറ്റിയ തെറ്റല്ലേ. ഇതിന് എന്ത് കോമ്പൻസേഷൻ വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഈ കറ പോവാൻ ബുദ്ധിമുട്ടല്ലേ? അയ്യോ, കോമ്പൻസേഷൻ ഒന്നും വേണ്ട. എനിക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാം. ഞാനൊരു ഡിസൈനറാ. ഈ ഷർട്ട് ഞാൻ ഏതെങ്കിലും ഡിസൈൻ ആക്കിക്കോളും. പിന്നെ നല്ല ക്യൂട്ടാണ് കേട്ടോ. മാഡത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ആൾക്ക്. ദിയാ, സോറി മാഡം. അത് സിദ്ധാർത്ഥ്, ഓർമ്മയുണ്ടോ? മഹാ, താനെന്താ ഇവിടെ? തന്നെ മറക്കാൻ പറ്റുമോ? എങ്ങനെ മറക്കാനാ? എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴല്ലേ കല്യാണം വേണ്ടെന്നും പറഞ്ഞു പോയത്. ഞാനിവിടെ നീനുമരത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനാ ഇന്ന് മുതൽ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തന്നെ കാണാൻ കഴിയുമെന്ന്. ഞാനും ഇവിടെ മെയിൻ ഡിസൈനായിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. സിദ്ധു, ആ മഹാ, ഹായ്. എടാ, നിനക്കറിയോ ഈ കുട്ടീനെ? അറിയാൻ കിച്ചു, ഇതാ മഹാലക്ഷ്മി. ഈ കുട്ടിയേട്ടാ എൻ്റെ മാരേജ് മുന്നേ ഫിക്സ് ചെയ്തായിരുന്നത്. ആ കൊച്ചാണിത്. അയ്യോ മഹാലക്ഷ്മി, ഇതാരോടും പറയണ്ട കേട്ടോ. അവൻ പറയേണ്ട കാര്യമൊക്കെ കേട്ടോ. താൻ ചെല്ലേ, ഫസ്റ്റ് ഡേ അല്ലേ, നേരം വയ്ക്കണ്ട. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാന്നോ? ബായ്. എടാ, നീ എന്തറിഞ്ഞിട്ടാണ് കൊച്ചിൻ്റെ അടുത്ത് പിന്നെ കാണാന്നൊക്കെ പറയുന്നേ? ഈ കൊച്ചൻ നിനക്ക് കെട്ടായിരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പെങ്ങള് നിന്റെ ഭാര്യ ഇവിടെ എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് അറിയോ? അയ്യോ, ഞാനത് മറന്നുപോയി. അനു, ഞാൻ ഈ വിവരം അറിഞ്ഞ അന്ന് ഞാൻ അവളുടെ അടുത്ത് ഈ പെങ്കൊച്ചിനെ കെട്ടാൻ പോയത് ഇതിനെ ഇഷ്ടപ്പെട്ടിട്ടാന്നൊക്കെ പറഞ്ഞത്. ആ പെങ്കൊച്ചി ഇവിടെ വന്നൂന്നും കൂടി അറിഞ്ഞ അവളെന്നെ ശരിയാക്കും. കഷ്ടായിപ്പോയി. സാരമില്ല, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. നിന്റെ അടിയന്തര സദ്യ ഞാൻ കഴിച്ചോളാം. ബായ്. കൈയൊഴിച്ചു. നന്ദി. മേ കം ഇൻ മാം? യെസ്, കം ഇൻ. താൻ അയ്യോ മേടായിരുന്നല്ലേ? സാരമില്ല, തന്റെ വർക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലിജോ അല്ലേ? ഇത് മഹാലക്ഷ്മി, നീതുവിന്റെ പുതിയ അസിസ്റ്റന്റ് അല്ലേ? തന്റെ വർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. ഐ ആം റിയലി സോറി. അതൊന്നും സാരമില്ലടോ. 1 മിനിറ്റ്. ഹലോ, സിദ്ധാർത്ഥിനോട് എന്റെ ക്യാബിന് വരാൻ പറയൂ. എന്റെ അനുവിന് എന്നെ കാണാതിരിക്കാൻ വയ്യെന്ന് തോന്നുന്നു. അയ്യോ, എല്ലാം അറിഞ്ഞിട്ടാണോ നീ വിളിച്ചത്? അനു മാം എന്തിനാ വിളിച്ചത്? സിദ്ധാർത്ഥ്, ഇത് സിദ്ധാർത്ഥിന് വേണ്ടിയുള്ള ന്യൂ അസിസ്റ്റന്റ് ആണ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഹലോ സർ. ഇത് മഹാലക്ഷ്മി, നീതുവിന്റെ പുതിയ അസിസ്റ്റന്റ് ആണ്. സിദ്ധു മഹാലക്ഷ്മിക്ക് നീതുവിന്റെ ക്യാബിൻ ഒന്ന് കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ലിജോക്ക് വർക്കിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കോ. ഇത്രയുണ്ടായിരുന്നല്ലോ സമാധാനം. ശരി മാഡം. ഓക്കെ, മഹാലക്ഷ്മി, ലിജോ വരൂ. മാഡം റിയലി സോറി. ഇവനെന്തിനാ ഈ സോറി പറയുന്നത്?
പിന്നെ മാം എന്ത് പറഞ്ഞാലും മാഡം ശരിക്കും ക്യൂട്ട് തന്നെയാ. സിദ്ധു, ഇവനെന്തൊന്നും പറയാതെ. എടാ എന്ത് പറ്റി? ഡാ സിദ്ധു, ഈ ചെറുക്കനത് എന്താ? എന്തേ ഈ ഡിസൈനിൽ വല്ല കുഴപ്പമുണ്ടോ? പക്ഷേ കുഴപ്പമൊന്നും കാണാനില്ലല്ലോ. സിദ്ധു, എടാ നിനക്ക് എന്താടാ പറ്റിയത്? എന്താ ദേഷ്യത്തില്ലേ? ടീച്ചോ ആ ചെറുക്കൻ വന്ന് കേറിയില്ല, അപ്പോഴേക്കും തുടങ്ങി എന്റെ ഭാര്യ അവനെ ക്യൂട്ടാത്രേ. അത്രേ ഉള്ളൂ, അനു ക്യൂട്ടാണല്ലോ അല്ലെങ്കിലും. അല്ല, അവൻ പറഞ്ഞതിന് തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവള് ക്യൂട്ടല്ലേ. നീ അതിന് നെഗറ്റീവായിട്ട് എന്തിനാ എടുക്കുന്നത്? അവളൊക്കെ ഒരു കോംപ്ലിമെന്റ് കൊടുത്ത് അത്രേ ഉള്ളൂ. നീ അത് ഫീഡ് ഞാൻ വിട്ടേക്കാം. നിന്റെ നീതിയോട് ആരെങ്കിലും പറയുമ്പോ നീയും കാര്യമായിട്ട് എടുക്കരുത്. ആ ലീജോക്കെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അവൻ ഇനി അവളുടെ അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞു ചെന്നാ അവന് പണി കൊടുക്കും. പിന്നെ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന പണി കൊടുക്കാൻ തന്നെയാ. നീ പണി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യും. മോളെ അനു, അനുമോള് ദേഷ്യത്തിലാണോ? സിദ്ധു നേരം വൈകി വന്നേന് ക്ഷമിക്ക്. സിദ്ധുവിനൊരു ഹഗ് എന്നേ. എന്നെ തൊടുങ്ങാനും ചെയ്തു കഴിഞ്ഞാ വിവരം അറിയും. മര്യാദയ്ക്ക് ഇന്ന് റൂമിന് പുറത്ത് കിടന്നാ മതി, അകത്ത് പ്രവേശനമില്ല. അതിന് മാത്രം ഞാൻ എന്താ തെറ്റ് ചെയ്തോ? എന്താ കാരണം? ഞാൻ പുറത്തു പോയി കിടക്കില്ല. സിദ്ധുവിന് മഹാലക്ഷ്മി അറിയോ? നീതുവിന്റെ ന്യൂ അസിസ്റ്റന്റ് മഹാ. ആളെ പരിചയമുണ്ടോ സിദ്ധുവിന്? പറഞ്ഞിട്ടുള്ള ചോദ്യമാണോ? ഇപ്പൊ എന്ത് പറയൂ? അറിഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ലല്ലോ. എനിക്കറിയില്ല. ഞാൻ ആ കൊച്ചിനെ ഇവിടെ ആദ്യമായിട്ടാ കാണുന്നത്. പരിചയമില്ലാണ്ടാണ് നീ പരിചയം പതിക്കാറുന്നത്. എൻഗേജ്മെന്റ് വരെ എത്തിയതല്ലേ? പെണ്ണുകാണൻ ചെറുക്കിന് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിട്ട് എൻഗേജ്മെന്റും കഴിഞ്ഞ് കല്യാണം വരെ എത്തിയിട്ട് മുടങ്ങിയിട്ട് ആ കൊച്ചിന് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കണോടാ. പെട്ടല്ലോ ഈശ്വര, ആരതൊക്കെ കൊണ്ട് പറഞ്ഞു കൊടുത്തു. അനു ക്ഷമിക്കാനോ, വേണിച്ചിട്ടല്ല, മനഃപൂർവ്വം ചെയ്തു തന്നെയാ. നീ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത്. എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എല്ലാം തുറന്നു പറയണം നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് നീ എന്റെ അടുത്ത് തൊളിപ്പിച്ചു വെച്ചു. ഇന്ന് മുതൽ പുറത്ത് കിടന്നാ മതി. ഗെറ്റ് ഔട്ട്. അനു ജീവന് തുല്യ സ്നേഹിക്കുന്ന ഈ സിദ്ധുവിനോട് ഇങ്ങനെ പറയാൻ തോന്നണില്ല അനു. ഗെറ്റ് ഔട്ട്. അടച്ച ഏത് തേണ്ടിയെന്നാവോ എനിക്കെതിരെ പറഞ്ഞു കൊടുത്തത്. അവനെന്റെ കൈ കിട്ടിയ. മോനെ എന്താടാ നീ പുറത്ത് നിൽക്കുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ല വെച്ചാ, റൂമിന് നല്ല ചൂട്, കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാ. ഒരുപാട് കാറ്റ് കൊള്ളുന്നു മോനെ, മഴയും കൂടിയല്ലേ, തണുക്കും. അച്ഛനും അതുപോലെ കുറെ കാറ്റ് കൊണ്ടതാ. മോള് വന്നപ്പോഴേ അമ്മയുടെ അടുത്ത് മഹാലക്ഷ്മിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നെ ചതിച്ചത് അമ്മയാണോ? എന്നെ ഒറ്റക്കൊടുത്തത്? അനുമോളുടെ അടുത്ത് ആരോ മുന്നിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ലേ അനുമോള് വന്ന് ചോദിച്ചത് അമ്മയെടുത്ത്. അമ്മ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും മോൻ കിടന്ന് ഉറങ്ങുക. ഇന്ന് കൊതുകൾക്ക് നിന്റെ രക്തം കുടിക്കാം. അപ്പൊ ഗുഡ് നൈറ്റ്. സോഫയിൽ കിടന്ന് ഉറക്കം വരുമെന്നോ? കിടന്നു നോക്കാം. ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. കടലെങ്ങാനും അവിടെ തുറക്കുന്നുണ്ടോ? എവിടെ? സിന്ധുവിനെ ഹഗ് ചെയ്ത് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തിനു ഞാൻ അവനെ കുറിച്ച് ആലോചിക്കുന്നത്? എന്റെ അടുത്ത് ഒന്നും പറയാതിരുന്നതല്ലേ. ആ കതിരിഞ്ഞ് തുറക്കില്ല. ആന വെളിച്ചം വരുന്നു. ഓ റൂമിലെല്ലാം കിടന്നത്. ഇതേതാ ഈ ടെടി? അമ്മ, അമ്മ, അനുവിടെ? മോൾ ഓഫീസിൽ പോയല്ലോ. പോളു ഇത്ര നേരത്തെ എന്നോട് പറയാതെ? എന്താടാ നിങ്ങളുടെ ഇടയിൽ വല്ല പ്രശ്നമുണ്ടോ? മോള് പറയാതെ പോക്കില്ലല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കണം. എന്റെ ജീവിതത്തിൽ അനുഭവം പറഞ്ഞിട്ട്. എനിക്ക് പടക്കം തന്നെ പൊട്ടിക്കാൻ പേടിയാ, പിന്നെ അണുബോംബ്. നീ കാര്യം എന്താ വെച്ചാ പറയ ചേർക്കാം. അമ്മ തന്നെയല്ലേ മഹാലക്ഷ്മി കുറിച്ച് വിശദീകരിച്ചു കൊടുത്തത്. ഞാൻ ആ കൊച്ചിന് പരിചയമില്ലാത്ത പോലെ ഓഫീസിൽ കാണിച്ചു തരുന്നത്. എന്തോ കാര്യത്തിന് അമ്മ ഇത്രയും വിശദീകരിച്ചു കൊടുത്ത് ഞാൻ ഇന്നലെ പുറത്ത് കിടക്കേണ്ടി വന്നു. നാളെ ഞാൻ എന്റെ വീട്ടിന് പുറത്താക്കി ആര് കണ്ടു. എന്തായാലും താങ്ക് യു അമ്മ. എടാ അമ്മയ്ക്ക് അറിയില്ലാടുന്നത് ആ കൊച്ചാടുന്ന്. എടാ ഓ ഞാൻ കാരണാണോ ഇപ്പൊ ഇതൊക്കെ? നീതു, അനു വന്നില്ലേ? എവിടെ കേബിനില്ലല്ലോ? അനു വന്നിരുന്നു. സൂപ്പർവൈസർ ഇല്ലാത്തവരെ നിന്റെ അസിസ്റ്റന്റ് അല്ലേ ലീജോ? ആ ചെറുക്കിനെ കൂട്ടി മെറ്റീരിയൽസ് നോക്കാൻ പോയി. അവന്റെ കൂടെയോ? വന്നിട്ട് ഞാൻ കൊടുക്കാം. അനു അല്ല നീതു. നീനു.
നിനക്ക് എന്ത് കിട്ടു? അനു അല്ല ഞാൻ. നീനോന്നോ വിളിച്ചു. അത് രണ്ടും എന്റെ പേര് തന്നെയാ. നിനക്കിപ്പോ പേരില്ലെങ്കിലും കുഴപ്പമില്ല, അതല്ല എന്റെ പ്രശ്നം. ദേ, നീനു, അതെ, നീ ആ മഹാലക്ഷ്മിന്റെ എക്സ്പീരിയൻസ് ആണെന്ന് അനുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നോ? അത് നിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നോ? നീ എനിക്ക് ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തന്നിട്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ലടാ. ഇത്ര കാലായില്ലേ ഞാൻ നീ പറഞ്ഞപ്പോഴും അറിയുന്നപ്പോ. നീ ഇവരൊന്നും അനുവിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പിന്നെ ആരാ പറഞ്ഞത്? ഓ, എന്നെ കൊടുക്കിയത് ആരാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് എന്നെ അന്ത വിട്ട് നോക്കുന്നത്? എനിക്ക് ഇപ്പോഴും ആളെ പിടികിട്ടിയില്ല. എന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. വേറെ ആര് പറയാനാ? ദാ വരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. എന്താണ് രണ്ടാളും കൂടി ചർച്ച? എന്താണ് പെണ്ണിന്നല്ല നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? പിന്നെ സിദ്ധു, നിനക്കെന്ത് പറ്റി? എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? ദേഷ്യത്തിൽ ഇരിക്കുന്നേ? എന്റെ സാമദ്രോഹി, നീ എന്നാടാ പറഞ്ഞത്? അവൾ അറിയാൻ പാടില്ലെന്ന്. എന്നിട്ട് അവളുടെ ചെവിയിൽ നീ തന്നെ എല്ലാം ചെന്ന് പറഞ്ഞു കൊടുത്തില്ലടാ. പിറകിൽ നിന്ന് കുത്തിയല്ലടാ നീ എന്നെ. കൊല്ലും ഞാൻ നിന്നെന്ന്. അയ്യോ, ഒരബദ്ധം പറ്റിപ്പോയതാടാ. എന്നൊന്നും ചെയ്യല്ലടാ. ഒരു ദുർബല നിമിഷത്തിൽ പറഞ്ഞുപോയി. എനിക്ക് അവളോട് നുണ പറയാൻ പറ്റില്ല, ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. അയ്യോ, എന്നെ തല്ലല്ലടാ. അയ്യോ, നിക്കട അവിടെ. എന്റെ കയ്യെ കിട്ടി തന്നെ പാപ്പടം പോലെ പൊടിക്കും. കിട്ടിയിട്ട് വേണ്ടേ നിനക്ക് എന്നെ? എടാ നിക്കാൻ. കിച്ചോ. സിതു, ഇപ്പൊ എങ്ങനെ പോകുന്നു? നിന്റെ ലൈഫൊക്കെ ഓക്കെ അല്ലേ? നീ ഈ ചോദിക്കുന്നതിന്റെ മറുപടിക്ക് എനിക്ക് നിന്റെ മൂക്കിലിട്ടിച്ച് കൂമ്പിലിട്ട് രണ്ട് തരാൻ തോന്നുന്നുണ്ട്. പക്ഷെ നിന്നെ ഞാൻ ഇടിച്ച അവളെന്നെ ഇട്ടേച്ച് പോവും എന്റെ അനു. അതുകൊണ്ടാ. സോറിടാ, ഞാൻ പറയണ്ടെന്ന് പറഞ്ഞത് നീ പറയുന്ന വിചാരിച്ച്. അതാ ഞാൻ അവളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. ഐ എം റിയലി സോറി. ഞാൻ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിലൊന്നും ഒളിപ്പിക്കില്ല, എല്ലാം തുറന്നു പറയുന്നു. പക്ഷേ അത് ഞാൻ തന്നെ ആദ്യം തെറ്റിച്ചു. മഹിർ പരിചയമുണ്ടെന്ന് ഞാൻ മുന്നേ തന്നെ അവളുടെ അടുത്ത് പറയണമായിരുന്നു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ തന്നെ ചെയ്തത്. Sir, is coming. ഗുഡ് മോർണിംഗ് സർ. എന്റെ അസിസ്റ്റന്റ് വന്നല്ലോ. കാണുവാനില്ലെന്ന് പരസ്യം കൊടുക്കാൻ പോവായിരുന്നു ഞാൻ. എത്ര ദിവസമായി തന്നെ ഈ വഴിക്ക് കണ്ടിട്ട്. സൂപ്പർവൈസർ അടുത്തുനിന്ന് പെർമിഷൻ ചോദിച്ചിട്ട് താൻ എന്തിനാ മാഡത്തിന്റെ ഇപ്പം മെറ്റീരിയൽസ് നോക്കാൻ പോകുന്നത്? തന്നോട് മെറ്റീരിയൽസിന്റെ നോക്കാൻ പണിക്ക് വന്നതാണോ അതോ ഡിസൈനിങ് വന്നതാണോ? സോറി സർ, ഐ എം റിയലി സോറി. പക്ഷെ എനിക്കൊന്ന് ഒളിപ്പിച്ച് വെക്കാൻ അറിഞ്ഞൂടാ സാറേ. എനിക്ക് മാഡത്തിന് ഒരുപാട് ഇഷ്ടം. മേഡത്തിന് എങ്ങനെയും വളക്കാച്ചിട്ട് മേഡത്തിന്റെ പിറകെ പോകുന്നത്. ലവ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് എന്നൊക്കെ പറയില്ല, അതാ. സാർ എന്നെ ഹെൽപ്പ് ചെയ്യോ മേഡത്തിന് വളയ്ക്കാൻ വേണ്ടിയിട്ട്? തനിക്ക് ഞാൻ ബോസിന് സെറ്റാക്കി തരുന്നു, ഞാൻ ഇവിടെ ബ്രോക്കർ പണിക്കിരിക്കുന്നത്. സാർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഒന്ന് മിണ്ടി പോകരുത്. ജോലി ചെയ്യാമെന്നാൽ ജോലി ചെയ്യണം, അല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കല്ലേ വേണ്ടത്. തനിക്ക് തന്നെയുള്ള പണിഷ്മെന്റ് ഞാൻ തരുന്നുണ്ട്. ഇവിടുത്തെ ഫ്ലോറൊക്കെ ചെന്ന് വൃത്തിയാക്കണോ? ഓക്കെ സാർ. എന്താണ് അവിടെ ഇരുന്ന് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്താ കോമഡി പറഞ്ഞോ? പോയി പണിയെടുക്കാം. ഇതൊക്കെ ഒരു പണിയാണോ? അയ്യോ അയ്യോ, ലിച്ചോ, തന്നെ ഞാൻ ഇവിടെ ഹയർ ചെയ്തിരിക്കുന്നത് ക്ലീനിങ് വർക്കിനാണോ? താൻ എന്തായി കാട്ടിക്കൂട്ടുന്നത്? സോറി മാം, എനിക്ക് പണിഷ്മെന്റ് കിട്ടിയതാ. പണിഷ്മെന്റോ? തനിക്കാരായി പണിഷ്മെന്റ് തന്നത്? ഞാനാ മേഡം പണിഷ്മെന്റ് കൊടുത്തത്. ഇവിടെ പണിഷ്മെന്റ് ഒന്നും പതിവില്ലല്ലോ, പിന്നെ എന്തിനാ പണിഷ്മെന്റ് കൊടുത്തത്? ലിജോയ്ക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ചെയ്യില്ല. പക്ഷെ 3-4 ദിവസമായി ലിജോ ഓഫീസിലേക്ക് തന്നെ വന്നിട്ട്. അതുകൊണ്ട് പണിഷ്മെന്റ് കൊടുത്തത്. ലിജോ മറ്റു പല കാര്യങ്ങളൊക്കെ നടക്കുന്നത്. രണ്ടും കൂടിയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി തീരും. മാറി പോടുന്നു. അനു, ഞാൻ പറഞ്ഞതും ചെയ്യുന്നതെല്ലാം തെറ്റാ. നിന്റെ അടുത്ത് തുറന്ന് പറയണമായിരുന്നു, അത് ഞാൻ ചെയ്തില്ല. അതിന് നീ എത്ര നാളെ എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുന്നു. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ചില്ല, അത് ഓർക്കാൻ വരില്ലെന്ന് അറിഞ്ഞൂടെ? എനിക്ക് സോഫയിൽ കിടന്ന് കൊതുകടി കൊള്ളാൻ എനിക്ക് ഇനി വയ്യ. 4 ദിവസമായി അനു. അനു സോറി അനു, ഞാൻ ഇതുപോലെ ആവർത്തിക്കില്ല. ഞാനും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. 4 ദിവസമായി.
എനിക്കും ഹഗ് ചെയ്യാതെ ഉറക്കം വരില്ലെന്ന് അറിഞ്ഞൂടെ. ഇനി ഇതുപോലെ ആവർത്തിക്കരുത്. ആ പെങ്കുച്ചിന്റെ അടുത്ത് അധികം സംസാരിക്കാനും പോകണ്ട. അനു, ഞാൻ നിന്നെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. മഹാലക്ഷ്മിയോട് എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. എല്ലാ ജന്മത്തിലും നീ എൻ്റേതാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ നിന്നെ പ്രണയിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നീ എന്നെ പ്രണയിക്കുന്നെന്നാണോ സിധു നീ പറയുന്നത്? പണ്ട് ഞാൻ നിന്നെ എത്ര വെറുത്തിരുന്നു, അതിനെ ഇരട്ടി ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. എങ്ങനെ അത് പ്രകടിപ്പിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത്ര അധികം ഉണ്ട് എൻ്റെ പ്രണയം. പിന്നെ എൻ്റെ അസിസ്റ്റൻ്റ് രജയുടെ അടുത്ത് അത്ര കൂട്ടുവേണ്ട കേട്ടോ. കുട്ടികളുടെ പിടക്കൊക്കെ മാറിയെന്ന് തോന്നുന്നു. സെറ്റായി. അവർക്ക് രണ്ടുപേർക്ക് അധികം നാളൊന്നും പിണങ്ങിയിരിക്കാൻ പറ്റില്ല. ലക്ഷ്മിയെ, നിനക്ക് എനിക്ക് ഭക്ഷണം വാരി തന്നൂടെ? അയ്യോ, കേണൽ സാറിന് ചെറുപ്പം മുട്ടിട്ട് തുടങ്ങിയോ? ആ മുട്ട ഇപ്പൊ തന്നെ നുള്ളിക്കളയുന്ന നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ നുള്ളും. പിള്ളേര് കാട്ടിക്കൂടുന്നാണ്ട് ഓരോന്നും പറഞ്ഞു വന്നാലുണ്ടല്ലോ. പ്രായമല്ല താൻ അവിടെ തടസ്സം. പ്രായം കൂടുന്തോറും പ്രണയത്തിന് വീര്യം കൂടും. പ്രായമായി വരെ തന്നെയാ ഈ പ്രായത്തിൽ വേണ്ടി കൂടുതൽ സ്നേഹവും കരുതലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ടത്. അതിന് താനും നിന്നെ തടസ്സം നിൽക്കുന്നേ. ഞാൻ തടസ്സമൊന്നും നിൽക്കുന്നില്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പ്രണയിക്കും. ഞങ്ങള് സ്വർഗത്തിലെ കാട്ടുകൊണ്ടാവുന്നില്ല. ബൈ. ബൈ. സാർ, ഇത് കണ്ടോ? എന്റെ പ്രണയത്തിന്റെ മധുര മേഡത്തിന് കൊടുക്കാൻ വേണ്ടിട്ടാ. പ്രണയത്തിന്റെ മധുരോ? മധുരം കൂടുതലുണ്ടോ നോക്കട്ടെ. ആ മേഡത്തിന് ചിലപ്പോ ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ മധുരം അധികം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കഴിച്ച് ടേസ്റ്റ് നോക്കട്ടെ. മേഡത്തിന് ഞാൻ വേണ്ടി മേടിച്ചതാ. സാറല്ലല്ലോ അതെടുത്ത് കഴിച്ചത്. ഇവനെ കൊണ്ട് ഈ ചെറുക്കന്റെ കാര്യം പോക്ക. നല്ല ടേസ്റ്റ്, നല്ല മധുരം. എന്താ സാർ? സാർ, ഞാൻ മേഡത്തിന് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് ഫീലിങ്സ് തോന്നുന്നത്. സാർ പ്ലീസ് സാർ, ഇനി ഇതുപോലൊന്നും ചെയ്യരുത്. എടാ ലിജോ പാവാണ്. ആ ചെറുക്കിന് ശരിക്കും അവളെ ഇഷ്ടമാണെന്നാ തോന്നുന്നത്. അതിന് ഞാൻ അവളെ അവന് കെട്ടിച്ചു കൊടുക്കണോ? അതാണ് നീ പറഞ്ഞിരുന്നത്. എടാ നീ ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞതല്ല. എടാ അവന് നിങ്ങളുടെ ബന്ധത്തെ കുറിച്ചൊന്നും അറിയില്ല. അത് തുറന്നു പറയും അവൻ്റെ അടുത്ത്. ഇല്ലെങ്കിൽ ആ ചെറുക്കൻ വെറുതെ ലാസ്റ്റ് കിടന്ന് വിഷമിക്കും. 2 ദിവസം കഴിഞ്ഞ് ഡാഡി ഒരു പാർട്ടി വെച്ചിട്ടില്ലേ? അന്ന് ഓഫീസിലത്തെ സ്റ്റാഫും വരുമല്ലോ. അന്ന് അവിടെ വെച്ചിട്ട് അവനോടെല്ലാം തുറന്ന് പറയാം. അതർക്ക് വെയിറ്റ് ചെയ്യും. അർജുനേട്ടൻ എന്തിനാ ഇന്ന് പാർട്ടി വെച്ചത്? കാർത്തിക് എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇന്നത്തെ ദിവസം? എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എവിടുന്ന്? ഇവിടുത്തെ പിള്ളേരുടെ അടുത്ത് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാം പാർട്ടിയുടെ ഇടയിൽ റിവീൽ ചെയ്യാന്നും പറഞ്ഞു. എന്തായാലും അതുവരെ കാത്തിരിക്കാം. ഇനി അധികം ടൈമില്ല. പാർട്ടിക്കുള്ള എല്ലാ സാധനങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. മൈക്കും അതുപോലെ സ്പീക്കറും ഒന്ന് ചെക്ക് ചെയ്തേക്ക്. സ്റ്റേജിന്റെ കാര്യങ്ങൾ കിച്ചൺ നോക്കുന്നത്. ഞാൻ കിച്ചൺ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഗസ്റ്റിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. എല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. മൈക്കൊക്കെ കറക്റ്റാ. ഡാഡി എന്തിനാ അത് പാർട്ടി വെച്ചെന്ന് ഏട്ടൊക്കെ അറിയും. എനിക്കറിഞ്ഞൂടെ പിള്ളേരെ? അങ്കിള് പറയും പറയാം. എന്ത് വലിയ വീടാലേ, നല്ല ഡെക്കറേഷനും. മേഡത്തിന് കാണുന്നില്ലല്ലോ, അതുപോലെ സാരന്മാരി. ഇത് മേഡത്തിന്റെ വീടല്ലേ? ഇത് മേഡത്തിന് മാത്രം വീടല്ല, വേറെ പലരും ഉണ്ട് ഇവിടെ. നിങ്ങൾ അറിയാത്ത ചില റിലേഷൻ ഒക്കെ ഇന്ന് അറിയും. സിധു കിച്ചൻ വരുന്നുണ്ട്. ഡാഡ വരുന്നുണ്ട്.
എടാ അവളെ നോക്കി വെള്ളയിറക്കിയത് മതി, ആൾക്കാരെ നോക്കുന്നു, എന്നിട്ട് ആടെ വരുന്നുണ്ടെന്ന്. ശ്രദ്ധിച്ചില്ല, സോറി. ഹലോ എവരിബഡി, ഈ പാർട്ടി എന്തിനാണെന്ന് ഇവിടെ ആർക്കും അറിയില്ല, സർപ്രൈസ് ആണ്. എല്ലാവർക്കും ഈ പാർട്ടിയിൽ വന്നതിന് നന്ദിയുണ്ട് കേട്ടോ. ഞാനിപ്പോ ചെയർമാൻസ് പൊസിഷനിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എനിക്കും പ്രായമായി തുടങ്ങി. പേരക്കുട്ടികളെ കളിപ്പിച്ചിരിക്കേണ്ട ഈ പ്രായത്ത് ഇനി ഓഫീസിൽ പോകാനും വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചെയർമാൻ പദവി ഇവിടെ ഉപേക്ഷിക്കുക. എൻ്റെ മകൾ അനാമയ്ക്ക് ഞാൻ അത് കൈമാറാണ്. അവളുടെ CEO പൊസിഷൻ എൻ്റെ മകൻ കൃഷ്ണയാണ് ഏറ്റെടുക്കാൻ പോകുന്നത് ഇനി മുതൽ. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതൊന്നും ശരിയാവില്ല ഡാഡ്. ഡാഡ്, കിച്ചു പറഞ്ഞതാ ശരി. ഞങ്ങൾക്കൊന്നും ഇപ്പൊ ഇതൊന്നും വേണ്ട ഡാഡ്. ഡാഡിന് റിട്ടയർഡ് ആവേണ്ട സമയമൊന്നും ആയിട്ടില്ല. ചെയർമാൻ പൊസിഷൻ എന്നെ കൂടി പറ്റില്ല. എനിക്കും അതൊരു 17 ഇല്ല പ്രായം. എനിക്കും റെസ്റ്റ് ഒക്കെ എടുക്കണം. ഞാൻ റിട്ടയർമെന്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ തന്നെ എല്ലാം നോക്കണം. എന്നെക്കാട്ട് ഇരട്ടിയാ നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് എന്താ പേടി? നിങ്ങൾ എന്തായാലും എന്റെ കമ്പനി മുന്നേറ്റ് തന്നെ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കൂട്ടായിട്ട് സിദ്ധുവും നീതും ഇല്ലേ? എന്താ ഡാഡി ഇത്? ഡാഡും കൂടെ ഉള്ളോണ്ടല്ലേ ഈ ബിസിനസ് സാമ്രാജ്യം ഞങ്ങൾക്ക് ഇത്ര ഉയർത്താൻ കഴിഞ്ഞത്. സിദ്ധു, ഇനി ഒരു തർക്കം വേണ്ട. ഡാഡിയുടെ ആഗ്രഹം അതുപോലെയാണെങ്കിൽ അതിൽ നിന്ന് നടക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. എന്റെ മക്കൾക്ക് ഇതിനെ കുറിച്ച് അറിയണ്ടായിരുന്നില്ല. അതാ അവരിങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ എന്തായാലും തീരുമാനിച്ചതുപോലെ തന്നെ നടക്കൂ. എന്തായാലും എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്യൂ. കിച്ചു സാറ് മാഡത്തിന്റെ ബ്രദറാണോ? അപ്പൊ സിദ്ധു സാർ ആരാ? അതെ, അനുവിന്റെ ബ്രദറെ കിച്ചു. പിന്നെ നീതു കിച്ചുന്റെ വൈഫ്. സിദ്ധാർത്ഥ് അനുവിന്റെ ഹസ്ബൻഡും. ഇത് ചാരു എന്റെ വൈഫാ. നവി, ഒന്ന് ചുമ്മാ തീരി. സിദ്ധാർത്ഥന്റെ വൈഫ്. വെറുതെ അല്ല, സാറിന്റെ ദേഷ്യം നിന്നായിരുന്നല്ലേ എൻ്റെ അടുത്ത്. ഹായ് ഗൈസ്. ഹായ് ലിജോ. സോറി, തൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതിനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഐ എം റിയലി സോറി സാർ. ഞാൻ ചെയ്ത തെറ്റാണ്. സാറിൻ്റെ വൈഫാണെന്ന് അറിയത് സാറിൻ്റെ അടുത്ത് തന്നെ എന്തൊക്കെയോ. സാർ, ഞാൻ മേഡത്തിന് തെറ്റായിട്ട് രീതിയിലൊന്നും കണ്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടു പോയെന്നേ ഉള്ളൂ. ലിജുവിൻ്റെ അടുത്ത് അനുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയണ്ടായിരുന്നു അനുവിൻ്റെ വൈഫാണെന്ന്. എന്തെങ്കിലും തെറ്റുണ്ട്. എൻ്റെ ഭാര്യ ഒരുപാട് ക്യൂട്ടായിപ്പോയി. എല്ലാവരും അവളെ ഇഷ്ടപ്പെടുന്നു. തന്നെ തെറ്റ് പറയാൻ പറ്റില്ല. ഞാനിത് പറഞ്ഞെന്നും പറഞ്ഞ് അവളുടെ പിറകെ നടക്കരുത് കേട്ടോ. അവളെ എൻ്റെ പെണ്ണാ. അയ്യോ ഇല്ല സാർ, ഒരിക്കലും ഇല്ല. എനിക്ക് പോണായിരുന്നു, കുറച്ച് തിരക്കുണ്ട്. ബൈ എവരിബഡി. സാർ ബൈ. ഓക്കെ ബൈ. ഇത്ര ആഗ്രഹിച്ചാലും മോഹിച്ചാലും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അമ്പിളി അമ്മാവൻ അന്തി. നമ്മൾ എത്ര എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാലും നമുക്കൊന്ന് തൊടാൻ പോലും പറ്റില്ല. ദൂരെ നിന്ന് കാണാൻ മാത്രമേ കഴിയൂ. സിദ്ധി രാജകുമാരിക്ക് വേണ്ടിയാണല്ലേ നമ്മൾ തമ്മിലുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചത്. അനാമിക മാഡം ചേരും സിദ്ധുവിനെ നന്നായിട്ട്. എൻ്റെ കൊച്ചു രാജകുമാരി തന്നെ ഉണ്ടാണോ? ജീവനെ തുള്ളി എന്നെ സ്നേഹിക്കുന്ന അവളെ എങ്ങനെ ഞാൻ വിട്ടുകളയോടോ? അനു സ്നേഹിക്കുന്ന പോലെ തന്നെ തിരിച്ചും സിദ്ധു സ്നേഹിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ഒരുപാട് അവളെ സ്നേഹിക്കുന്നുണ്ട്. അല്ല മഹാ, തനിക്ക് കല്യാണം നോക്കുന്നല്ലേ? സന്യസിക്കാനൊന്നും ഉദ്ദേശമില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചെറുക്കിനെ കിട്ടണം. സ്വന്തം കാലിൽ നിന്ന് കുറച്ച് സമ്പാദ്യമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ആളെ നോക്കാം. പിന്നെ അച്ഛനമ്മയും കൂടി കണ്ടുപിടിച്ച ഒരാളെ ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ആളിപ്പോ വേറെ ആളുടെ സ്വന്തമല്ലേ. എന്ത് ചെയ്യാം, എൻ്റെ രാജകുമാരി എപ്പോഴും എൻ്റെ ജീവിതത്തിൽ വന്നു. ഇല്ലെങ്കിൽ ഞാൻ തന്നെ കേട്ടില്ലായിരുന്നു. അയ്യോ, കേട്ടില്ല. അതെ, ഞാൻ പോട്ടെ, എനിക്കിത് കുറച്ച് ധൃതിയുണ്ട്. പിന്നെ കടാവേ ബൈ. ഇതെന്ത് പറ്റി? ലക്ഷ്മി രാവിലെ എന്താ കിച്ചണിൽ ചെയ്യുന്നത്? ഇന്നലത്തെ പാർട്ടി കഴിഞ്ഞിട്ട് ക്ഷീണൊക്കെ മാറിയോ? അങ്ങനെ ക്ഷീണൊന്നുമില്ല. ഞാൻ എഴുന്നേറ്റ് വരുമ്പേ അവിടെ അർജുനേട്ടൻ അനന്തേട്ടൻ തലയിലേക്ക് കയ്യും വെച്ചിരിക്കുന്നുണ്ട്. രണ്ടാളും വേറെ പാർട്ടി ഇന്നലെ നടത്തിയിരുന്നല്ലോ, അതിന്റെ പെയിനാന്ന് തോന്നുന്നു. അപ്പൊ അതിനുള്ള കഷായം എന്തെങ്കിലും ഉണ്ടാക്കാച്ചിട്ട് വന്നതാ ഞാൻ. കാർത്തിക് ലക്ഷ്മി ഇവിടെ നിൽക്കുന്നുണ്ടോ? എന്താ കാർത്തിക്, കിച്ചുവിന് ക്ഷേമാസ്ഥാനം കിട്ടാത്തതിന്റെ പരിഭവം ഉണ്ടോ തനിക്ക്? എന്തിനു കണക്കെടുത്ത് ഞാൻ പരിവഹിക്കുന്നത്? കിച്ചു ആയാലും അനു ആയാലും എൻ്റെ മക്കളല്ലേ. പിന്നെ കിച്ചുവിനെക്കാട്ട് നന്നായിട്ട് ബിസിനസ്സിൽ
അറിവ് എന്റെ അനുമോൾക്ക് തന്നെയാ. ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞങ്ങ് സമാധാനിക്കാലോ കാർത്തികേ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ അർജുന്റെ സ്വന്തം രക്തല്ല അനുമോള്. അതിനെ അവന് പ്രാധാന്യം കൊടുക്കുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കിയാ നന്ന്. എനിക്ക് മാത്രല്ല കിച്ചുവിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അല്ല, അമ്മായിക്ക് വീട്ടിൽ പോവാൻ സമയമായില്ലേ? പാർട്ടിയൊക്കെ കഴിഞ്ഞല്ലോ. വീട്ടിൽ പോയി മക്കളുടെയും ഭർത്താവിന്റെയും കാര്യങ്ങൾ നോക്കിയാ പോരെ? ഇവിടെ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കണം അമ്മായി. ഈ കുട്ടി അനു മോളെ മിണ്ടാതിരിക്ക. നമ്മ പറയേണ്ടവരോട് പറയേണ്ട രീതി പറയണം, ഇല്ലാരും ചിലർക്ക് ഉറക്കില്ല. അനു, നിനക്ക് വേണ്ടി ഞാനിവിടെ സംസാരിച്ചേ, എന്നിട്ട് നീ തന്നെ എന്നെ കുറ്റം പറയുന്നു. എനിക്കിത് കേൾക്കുന്ന വേണം. നിനക്കൊന്നത് മുതിർന്നവരോട് സംസാരിക്കാൻ തീരെ അറിയില്ല. വളർത്തുദോഷം അല്ലാതെന്താ? എന്റെ ഡാഡിനെ നല്ല പോലെ തന്നെ വളർത്തിരിക്കുന്നത്. അമ്മായിയുടെ വളർത്തിനെ കുറിച്ചിട്ട് നാട്ടുകാര് പറഞ്ഞ് ഞാൻ അറിയുന്നുണ്ട്. മകളേതോ മീൻകാരന്റെ കൂടെ ഒളിച്ചോടി പോയെന്നും മകനാണെങ്കിൽ കോളേജിൽ അടിയുണ്ടാക്കി എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറാനൊക്കെ നേരമൊന്നും. സ്വന്തം വീട്ടിലത്തെ കാര്യം നോക്കാൻ നേരില്ല, എന്നിട്ടാ മറ്റുള്ളവരെ വീട്ടിൽ കയറി ഇടപെടാൻ നിൽക്കുന്നത്. എന്റെ മോള് ഒളിച്ചോടി പോയാലും സന്തോഷമായിട്ട് കുട്ടികളും മക്കളായിട്ട് ജീവിക്കുന്നത്. നീയും ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി, ഇതുവരെയായിട്ടും ഒരു കുഞ്ഞ് നിനക്കുണ്ടായിട്ടില്ലല്ലോ. എങ്ങനെ? സ്വഭാവ ഗുണം, മനസ്സ് നന്നായിരിക്കണം. എന്നാൽ എടുത്തി നിർത്തുന്നുണ്ടോ? കുറച്ച് കൂടുന്നുണ്ടോ സംസാരം? എന്റെ മോളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാലോട്ടല്ലോ. ഇപ്പൊ പൊക്കണം, ഇല്ലെങ്കിൽ ഞാൻ അർജുനായിട്ടിനെ വിളിച്ചെല്ലാം പറയും. മോളെ അനു, പാവം എന്റെ കുട്ടി. എത്ര കാലായി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാണാത്ത ഡോക്ടർമാരും ഇല്ല. എന്നാ ദൈവം കനിയുന്നത്. ആരുടെ മുന്നിലും കരയാതിരിക്കാൻ അവള് നല്ലോണം ശ്രമിക്കുന്നുണ്ട്. അനുവിനത് എന്ത് പറ്റി? അനു, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാവേ. അമ്മ ഇവിടെ ഇരുന്ന് ഉറങ്ങാണോ? അമ്മേ, അമ്മേ. ഓ, എന്തെട ചെറുക്ക, ഉറങ്ങാനും സമ്മതിക്കത്തല്ലേ? ഇപ്പൊ ഒന്ന് കണ്ണങ്ങ് അടഞ്ഞതേ ഉള്ളൂ. അമ്മ, അനുവിന് എന്താ പറ്റി? കുറച്ച് ദിവസമായിട്ട് അവളെ അടുത്ത് സംസാരിക്കുന്നില്ല, ആകെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു. മോളുടെ ചോദിച്ചില്ലേ നീ? ഞാൻ ചോദിച്ചു അമ്മേ, അവൾ എന്തെങ്കിലും പറയണ്ടേ? ഒന്നും പറയുന്നില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാച്ചിട്ട് ഞാൻ വന്ന് ചോദിക്കുന്നേ. അവൾ ഓഫീസിലും വർക്കിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. അവളിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അമ്മ. മോനെ, അന്നാ പാർട്ടി കഴിഞ്ഞ പിറ്റേ ദിവസം ആ അമ്മായി ഉണ്ടല്ലോ, എന്റെ വീട്ടിൽ കയറുന്നതിന് എന്റെ കൊച്ചിനെ വേദനിപ്പിച്ച് പോയിക്കണോ? ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്? അവർക്ക് ഞാൻ അപ്പൊ തന്നെ നല്ല മറുപടി കൊടുത്തായിരുന്നല്ലോ. ഞാനും സിദ്ധും കൂടി അനുവിന്റെ അടുത്ത് എത്ര മാറി മാറി ചോദിച്ചെന്നറിയോ, അവളൊന്നും പറയുന്നില്ല. പാവം, മനസ്സിലെല്ലാം കൊണ്ട് നടക്കാം. ആ അമ്മായിനെ ഇനി പഠിക്കാതെ കയറ്റി പോരുത് അമ്മേ, ഇല്ലെങ്കിൽ അവരെ ഞാനായിരിക്കും ഇറക്കി വിടുന്നത്. എന്റെ ചേട്ടന്റെ ഭാര്യ എന്നുള്ള ബഹുമാനം കൊണ്ട് എത്ര നാളൊന്നും പറയാതിരുന്നത്, അപ്പോ എന്റെ തലയിൽ കയറി നിരങ്ങാൻ വരുന്നോ? ഡാഡി കിച്ചൊന്നും നിർത്തുന്നുണ്ടോ? അനുവിന്റെ കാര്യം നോക്കാത്ത നിങ്ങൾ അമ്മായിയുടെ കാര്യം നോക്കി പോയി എന്താ കണ്ടിരിക്കുന്നത്? അനു ഈ പോക്ക് പോയി കഴിഞ്ഞ് വല്ല ഡിപ്രഷനിൽ എത്തിച്ചേരും. ഡോക്ടർ കണ്ടു എത്ര കാലമായി മരുന്ന് കഴിക്കുന്നു, എന്നിട്ടും ഒന്നും ആയില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അമ്പലത്തിലെ വഴിപാട് മറന്നിട്ടുണ്ടാവും. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, നമ്മൾ എല്ലാ അമ്പലത്തിലും വഴിപാട് ചെയ്തതാ. ഡോക്ടർ പറഞ്ഞല്ലേ അനുവിന്റെ ബോഡി മരുന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും എന്നുള്ളത്. അനു, എന്താ നീ ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നത്? അമ്മ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു. നമുക്ക് നാളെ ഡോക്ടറെ കാണാൻ പോണ്ടേ? എല്ലാം ശരിയാവും. അതെ, എല്ലാം ശരിയാവും. ശരിയാവല്ലോ. പിന്നെന്തിനാ ഈ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എന്ത് വാ പെണ്ണേ. ഡോക്ടർ, ടെസ്റ്റ് റിസൾട്ട് എന്തായി? സോറി സിദ്ധാർത്ഥ്, അനാമികയുടെ ഇപ്പോഴും 50% ചാൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പേടിക്കണ്ട. ബോഡി എന്തായാലും ടാബ്ലറ്റ്സിനോടൊക്കെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടിയെന്നും വരാം. താങ്ക് യു ഡോക്ടർ. ടാബ്ലറ്റ്സ് ഞാൻ കുറച്ച് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഒരു 2 മന്ത് കഴിഞ്ഞിട്ട് വന്നാൽ മതി.
മാം ഗുഡ് മോർണിംഗ്. ലിജോ, എന്താ ലിജോ, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മാറ്റർ? മാഡത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കുറച്ച് ദിവസമായിട്ട് മാഡം വർക്കിലും ശ്രദ്ധിക്കുന്നില്ല, ആകെ ഒരു ഡള്ളായിരിക്കുന്നു. ലിജോ ഇവിടെ വർക്ക് ചെയ്യാനല്ലേ വന്നിരിക്കുന്നത്, അല്ലാതെ എൻ്റെ പേഴ്സണൽ പ്രോബ്ലംസിൽ ഇടപെടാനല്ലല്ലോ. മാഡത്തിന്റെ കാര്യത്തിൽ ഇടപെടാനോ പറയാനുള്ള അവകാശമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ആഗ്രഹിച്ചു പോകണ്ടായിരുന്നെങ്കിൽ എനിക്ക് മാഡത്തിന് ഒരുപാട് ഇഷ്ടം. അറിയാം മാഡം, മാഡത്തിന് വിവാഹം കഴിഞ്ഞതാണ് സിദ്ധു സാറായിട്ടെന്ന്. ഞാൻ പിന്നെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എത്രയായാലും ഇഷ്ടപ്പെട്ടത് പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ലല്ലോ. മാഡം അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സഹിക്കുന്നില്ല. താങ്ക്സ് ഫോർ കൺസേൺസ് ലിജോ. ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിച്ചോളാം ലിജോ. ലിജോ ഇപ്പം ചെല്ലേ. 1 മിനിറ്റ് ലിജോ. എന്നെ ഇനിയും മനസ്സിൽ കൊണ്ട് നടക്കരുത്, അത് തനിക്ക് തന്നെ വേദന നൽകും. ശ്രമിക്കാം മാഡം. താങ്ക് യു എന്നെ മനസ്സിലാക്കിയതിന്. ബൈ മാം. ലിജോയ്ക്ക് എന്നെ ഇഷ്ടമുള്ള കാര്യം സിദ്ധുവിന് അറിയായിരുന്നോ? അറിയായിരുന്നു. അവനെന്റെ പുറകെ വരില്ലെന്ന് പറഞ്ഞതാണല്ലോ. നീ എങ്ങനെ അറിഞ്ഞു? ഇന്ന് ലിജോ വന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് അവൻ്റെ ഫീലിങ്സിനെ കുറിച്ച്. അനു, അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തെന്നാണ് പറയുന്നത്. പ്രപ്പോസ് ചെയ്തെന്നല്ല, അവന്റെ മനസ്സിലുള്ള ഫീലിങ്സ് എന്നോട് പറഞ്ഞെന്നേ ഞാൻ പറഞ്ഞു. ഫീൽ കൺഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ പ്രപ്പോസ് ചെയ്യുന്നില്ലേ? പിന്നെ അവന്റെ കാര്യം തന്നെ ഇപ്പൊ പറയുന്നത്. വേറെന്താ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്? ആ ഏട്ടത്തി, കുറെ നാളായല്ലോ കണ്ടിട്ട്. വരണമെന്ന് വിചാരിക്കും, സമയം കിട്ടണ്ടേ. പിന്നെ എന്റെ മോന്റെ ഭാര്യ പ്രസവിച്ച് 2 ഇരട്ടക്കുട്ടികളല്ലേ, അവരെയൊക്കെ നോക്കണ്ടേ. ഇപ്പൊ കുട്ടികളുടെ 28 വിളിക്കാൻ വേണ്ടി വന്നതാ. ഓ, ഞാൻ ഏട്ടനെ വിളിക്കാം. അനന്തേട്ടാ, ഏടത്തിയമ്മ വന്നിരിക്കുന്നു. ആ വല്യമ്മേ, സുഖല്ലേ? എടുത്തമ്മേ, തനിച്ചു വന്നത് ഏട്ടൻ വന്നില്ലേ? ആ, ഞാൻ തനിച്ചെന്നെ വന്നുള്ളൂ. ആൾക്കാടെ പണിയുണ്ട്. നിനക്ക് ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരാനെന്തോ. വരണമെന്ന് വിചാരിക്കുക എടുത്തമ്മേ. എന്ത് ചെയ്യാനാ, ഇവിടെ പിള്ളേർക്ക് തിരക്കായി പോവും, അതുകൊണ്ടാ. നിങ്ങളൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാർ, ഞങ്ങക്ക് തിരക്കൊന്നുമില്ലല്ലോ. എന്താ മരുമോൾക്ക് വിശേഷമൊന്നും ആയില്ലേ? എന്റെ മോനെ നോക്ക്, 2 വർഷമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഇരട്ടക്കുട്ടികളുടെ അച്ഛനായി. ഇവരൊന്നും എന്റെ ഒന്ന് മേടിച്ചിട്ട് പോ. ഏട്ടത്തി, പിള്ളേർക്ക് സമയമൊന്നും ആയിട്ടില്ല. കൊച്ചു പിള്ളേരല്ലേ അവര്. പിള്ളേരോ അവന്റെ പ്രായമായി. നീയൊക്കെ കുറച്ചിവരെ നിലയ്ക്ക് നിർത്തണം. മരുമോള് ജോലിക്ക് പോകുന്നതെന്ന് ശരിയല്ല. എന്റെ വീട്ടിലെ മരുമോള് കണ്ടില്ലേ, എന്നെ നോക്കി ഇതപ്പൊ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുവാ. നീ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടോ? അഴിഞ്ഞാടേ, ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ് വിമണ എന്റെ മരുമോള്. അതിനെനിക്ക് അഭിമാനമുള്ളൂ. പിന്നെ ഏടത്തിയെ പോലാണോ ഞാൻ? എനിക്ക് പ്രായം കുറവാ. ഏടത്തിക്ക് ഷഷ്ടിമൂർത്തി ആവാറായില്ലേ, കിളവിയായി. അതുകൊണ്ട് കൊച്ചുമക്കളൊക്കെ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. എനിക്കങ്ങനെയാണോ? എന്റെ ബ്യൂട്ടി നോക്കണ്ടേ? ഇപ്പൊ തന്നെ പിള്ളേരെ ഞാൻ നോക്കണം. അതും പോരാഞ്ഞിട്ടാണെങ്കിൽ പിള്ളേരെ ഗ്രാൻഡ് മാ, അച്ഛമ്മ എന്നൊക്കെ വിളിച്ച് പിന്നാലെ നടന്ന എന്നെ ആളുകൾ കേട്ട പ്രായം തോന്നിക്കില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കുട്ടികൾ വേണ്ടാച്ചിട്ടായിരിക്കുന്നത്. അത് ശരി വല്യമ്മേ, എന്റെ അമ്മ എപ്പോഴും ബ്യൂട്ടിയാ. വല്യമ്മയ്ക്ക് എപ്പോഴും മുഖത്തൊക്കെ ചുളിവ് തുടങ്ങി. 15-ാം തീയതി 28 എല്ലാരും വന്നോണം. ഞാൻ പോന്നു. സമയമില്ല, കുറെ സ്ഥലത്ത് ക്ഷണിക്കാനുണ്ട്. അമ്മയും മോനും കണക്കാ. മറ്റുള്ളവരെ വേദനിപ്പിക്കില്ലല്ല രണ്ടും സന്തോഷം കണ്ടെത്തുന്നത്. എപ്പോഴും ചെറിയമ്മേന്ന് വിളിച്ച് വന്നിട്ട് എന്റെ മോനെ എത്ര ഉപദ്രവിച്ചിരിക്കണെന്നറിയോ? ഹനുമോള് വന്ന് 2 എണ്ണം കൊടുത്തതിന് ശേഷം പിന്നെ അവൻ ഈ വഴിക്ക് കണ്ടിട്ടില്ല. മോളെ, നീ ഓക്കെ അല്ലേ? അനു, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടൂ. സിദ്ധു, എനിക്കിപ്പോ പാടാൻ പറ്റും തോന്നുന്നില്ല, പിന്നെ പാടിത്തരാം. പ്ലീസ് അനു, എനിക്ക് വേണ്ടി. അന്നാ പാടിയില്ലേ ആ പാട്ട്? അനു,
ഞാൻ നിന്റെ അടുത്ത് ഈ പാട്ടല്ലല്ലോ ചോദിച്ചത്. സോറി. മനസ്സിലെ ഈ പാട്ട് എന്റെ കുഞ്ഞിന് പാടാൻ വെച്ചത്. I'm sorry. നെറ്റ് മെറ്റീരിയൽസ് നമുക്ക് കുറച്ചും കൂടി വേണം. അതിന്റെ ഓർഡർ ഒന്ന് കൊടുത്തേക്ക്. ഓർഡർ ചെയ്യാനൊക്കെ കൊടുക്കാം. ചെയർമാൻ മേഡം കുറച്ച് നമ്മളെന്ന് പരിഗണിച്ചാലും. ഇത് ഓഫീസാണ് സിദ്ധു. കല്യാണത്തിന് മുന്നേ ചിലർക്ക് ഓഫീസ് എന്നുള്ള വിചാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ സിദ്ധു എന്താ ഉദ്ദേശം? എനിക്കിവിടെ വർക്ക് ചെയ്യണം. ഒന്ന് പോയി തരാവോ? ഇല്ല, എനിക്ക് പോണെങ്കിൽ ഒരു കിസ് തോ. എന്നാ ഞാൻ പോവാം. സിദ്ധു, ഇനി ഇങ്ങനെ ഒന്ന് പോയി തരാവോ? ബാക്കി വീട്ടിൽ ചെന്നിട്ട്. ഓക്കെ, ബാക്കി വീട്ടിൽ ചെന്നിട്ട്. അപ്പോ ഞാൻ പോയി വർക്ക് ചെയ്യട്ടെ. ബൈ. ഇവനെന്താ ഇത്രയും ഇടിച്ചുകൊണ്ട് വരുന്നേ? സിത്തു, സിത്തു, എന്താടാ ഇത്ര സന്തോഷം? പറയാൻ എനിക്ക് സൗകര്യമില്ല. പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ബൈ. ഇവൻ എന്തോ കുഴപ്പമില്ലേ ചാരു? അവന്റെ ഏതോ പിരി ലൂസായ പോലെ ഉണ്ട്. ആ ലൂസായ പിരി എന്തായാലും മേഡം ശരിയാക്കിക്കോളും. നീ നിന്റെ പണി നോക്ക്. കുറച്ച് ബഹുമാനത്തിലൊക്കെ ഒന്ന് പറ. ഞാൻ നിന്റെ ഹസ്ബൻഡ്, അത് മറക്കരുത്. ഇത് ഓഫീസാ, ഞാൻ നിന്റെ സീനിയറാ, അത് മറക്കരുത്. ഞാൻ തന്ന ഡ്രസ്സിൽ ഇതുവരെയായിട്ടും പേൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓഫീസിൽ നീ വീട്ടിലേക്ക് വരുമല്ലോ. എന്താണ്? ഓഫീസിൽ പണി തീർത്ത് വേഗം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞതാ. ഓഫീസിലായാലും വീട്ടിലായാലും ഇവളെന്നെ ബോസ്. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. അയ്യോ, എന്താണ് തൊട്ടാന്ന് പതിയെ വിളിച്ചൂടെ? മനുഷ്യരിങ്ങനെ പേടിപ്പിക്കണോ? അത് ശരി, പതിയെ വിളിച്ചപ്പോന്നും കേട്ടില്ല. അതുകൊണ്ട് ഓർക്കെന്നെ വിളിച്ചത്. നീ ഏത് ലോകത്താ പിന്നെ? ഞാൻ അനുമോളെ കുറിച്ച് ആലോചിച്ചതാ. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ദുഃഖ കുട്ടി അനുഭവിക്കുന്നതിന്റെ ഒപ്പം തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലോ അപമാനിക്കലോ. പാവം, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ ഒരു പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട്? കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയും. കാലം വിധിച്ചിരിക്കുന്ന എന്താന്ന് അറിയില്ലല്ലോ. ഇനി മോളൊന്നും വിവരം അറിയണ്ട. നമ്മുടെ മനസ്സിൽ ഇതുപോലത്തെ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ കുഞ്ഞിന് കൂടുതൽ വിഷമാവും. എന്തായാലും താനിതൊന്നും ആലോചിക്കാതെ വന്ന് കിടന്നുറങ്ങ. മോളെ, അനു ഇത്ര നേരത്തെ എങ്ങോട്ടാ? ഡോക്ടറെ കാണിക്കാനമ്മ, ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ചെറിയ തലവേദനയുണ്ട്, പനിയുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, എന്നിട്ട് എന്താ മോളെ സിദ്ധുവിനും കൂട്ടി പോവാതെ? അവൻ എഴുന്നേറ്റില്ലേ? മോളുടെ കൂടെ ഞാൻ വരാമെന്നാ. ഒറ്റയ്ക്ക് എന്തായാലും പോണ്ട, വയ്യാക വല്ലതുണ്ടെങ്കിൽ. അമ്മ, അതിന്റെ ആവശ്യമില്ല. ചെറിയ തലവേദനയും പനിയുള്ളൂ. ഞാൻ ഡോക്ടറെ പോയി കണ്ടോളാം. സിദ്ധു ഇന്നലെ നേരം വൈകിട്ടാ കിടന്നേ, അതുകൊണ്ട് ഞാൻ സിദ്ധുവിനെ വിളിക്കാത്തത്. സിദ്ധു വന്നതിനെ പറഞ്ഞേക്ക്, പേടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ ഓഫീസിലേക്ക് വരുന്നുള്ളത്. അമ്മ, ഞാൻ പോവാണേ. ബൈ. വെയ്യെന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാതെയാണ് പോണേ മോളെ. വേണ്ടമ്മ, നേരം വൈകി. ഞാൻ ക്യാൻറ്റീനിൽ കഴിച്ചോളാം. സ്വന്തം കൂടെ കിടക്കുന്ന ചെറുക്കിനറിയില്ല കൊച്ചിന് വയ്യെന്നുള്ളത്. എടാ സിദ്ധു. അയ്യോ, മഴ. അമ്മേ, എന്താ? തളച്ച വെള്ളം ഒഴിക്കണായിരുന്നു. എടാ, ആ കൊച്ചിനെ വയ്യാതെ തനി ഹോസ്പിറ്റലിൽ പോയേക്കാ. അത് വല്ലത് അറിഞ്ഞടാ നീ? അനുവിന് എന്ത് പറ്റി? അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ ഇപ്പൊ തന്നെ പോവാം. വേണ്ട, അനുമോള് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഓഫീസിലേക്ക് വരുന്നാ പറഞ്ഞത്. നീ റെഡി ആയിട്ട് ചെല്ലാൻ നോക്ക്. മോളെ ഈ ടാബ്ലറ്റും ഒക്കെ കഴിക്കുന്നതല്ലടാ. ഒന്ന് ശ്രദ്ധിക്കണ്ടേ നീ? ഇനി ഇതുപോലെ ആവർത്തിക്കരുത് കേട്ടോ. ഉറങ്ങിപ്പോയി. ഇങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്ത് പറ്റിയല്ലോ? അനു, പനിയുടെയും തലവേദനയുടെയും മരുന്ന് ഞാൻ എഴുതി തരാം. പിന്നെ ഈ തളർച്ചയുടെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇതിന്റെ റിസൾട്ട് വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. മരുന്നിന്റെ റിയാക്ഷൻ കൊണ്ടായിരിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനിയും തലവേദനയൊക്കെ വരുന്നത്. ആയിരിക്കാം. ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ, എന്നാലും എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അനു, ഒരുപാട് ഭാരമുള്ള ജോലികളൊന്നും ചെയ്യരുത്. റെസ്റ്റ് എടുക്കണം. തന്റെ ബോഡി നല്ല വീക്കാ.
സിദ്ധു വന്നില്ലേ തന്റെ കൂടെ? അല്ലെങ്കിൽ എപ്പോഴും സിദ്ധുവിന്റെ കൂടെ അല്ലേ വരല്ലേ? സിദ്ധുവിന് ഓഫീസിലെ വർക്കിട്ട് മേഡം, അതിന്റെ തിരക്കിലാ. ഞാൻ പോട്ടെ മാം. ഓക്കെ അനു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം അനു. ഓക്കെ മാം, താങ്ക് യു. എല്ലാം ശരിയാവും ചേട്ടാ, നമുക്ക് കുറച്ച് നാളുകൂടി കാത്തിരിക്കാം. എന്ത് കാത്തിരിക്കാനാ? നിനക്കൊരു കുഞ്ഞ് ജനിക്കില്ലെന്ന് ഡോക്ടർ എന്നെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. എനിക്ക് എന്റെ തലമുറ വേണം. നമുക്ക് ഇവിടെ വെച്ച് പെരിയ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ. എന്തൊക്കെ ഈ പറയുന്നത്? നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ഇത് ഹോസ്പിറ്റലാ. ഇങ്ങനൊന്നും പറയണ്ടേ. നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്റെ കുടുംബത്തെ വിഷമിപ്പിക്കണം. എന്റെ സന്തോഷം, എനിക്ക് എന്റെ ചോരയിൽ ഒരു കുഞ്ഞു വേണം. ഞാൻ നിങ്ങൾക്ക് ആരുമല്ലേ? ഇപ്പൊ എന്റെ വിഷമം നിങ്ങൾക്ക് കാണാൻ വയ്യേ? ഞാൻ ഇതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്റെ സിന്ധുവിന്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും തുറന്നു കാണിക്കാൻ എനിക്ക് വേണ്ടി അവരെ കൂടെ നിൽക്കുമ്പോൾ ഞാനത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഈ വർക്ക് ഞാൻ തെറ്റിച്ചിട്ടാ ചെയ്തേക്കുന്നത്. ഇത് എന്തിനാ എൻ്റെ അടുത്ത് കള്ളം പറയുന്നത്? എന്നെ പൊക്കി പൊക്കി ഒറ്റയ്ക്ക് താഴെടാനല്ലേ? അയ്യോ, തന്നെടുത്ത് പൊക്കാനാവുന്നൊന്നും എനിക്കില്ല. ദേ, ഈ കാർഡിന് ഒരു ചെറിയ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഒന്ന് പോസിറ്റോ. അനു മോളെ, എന്ത് പറ്റി? ഓക്കെ അല്ലേ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഞാൻ നേരത്തെ നിന്റെ ക്യാബിനിൽ വന്ന് നോക്കിയപ്പോ നീ വന്നിട്ടുണ്ടായിരുന്നല്ലോ. എപ്പോഴും വന്നത്? എന്റെ പൊന്നു സിധു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ്. ബ്ലഡ് ടെസ്റ്റും കുറച്ച് ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നാലേ ഡോക്ടർ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ തൽക്കാലത്തേക്ക് മരുന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ പേടിച്ചു പോയി അമ്മേന്റെ അടുത്ത് പറഞ്ഞപ്പോ. അനു, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മോളെ നീ എന്റെ അടുത്ത് പറയണ്ടേ? ഇങ്ങനെ പറയാതെ പോയേ എങ്ങനെയാ? നീ എവിടെ പോണ്ടെങ്കിലും ഞാൻ കൂടെ വരുന്നു പറഞ്ഞിട്ടുള്ളതല്ലേ. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്. സിധു എന്തിനാ ഇത്ര അധികം എന്നെ പ്രണയിക്കുന്നത്? അറിയില്ല എന്തുകൊണ്ടാണെന്ന്, പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടം. അത് മാത്രം എനിക്കറിയുള്ളൂ. സിധു, എന്നോടുള്ള സിധുവിന്റെ പ്രണയം എന്തെങ്കിലും ഒരിക്കൽ അവസാനിച്ചാലോ? പുതിയൊരാളുമൊത്ത് പുതിയൊരു ജീവിതം സിധു തുടങ്ങിയ? നീ രാവിലെ കുളിക്ക് കയറി മാറി കഴിച്ചോ? അത് ഉറക്കപ്പിച്ചിലാണ് ഇരിക്കുന്നത്, പിച്ചുമേരെന്ന് പറയുന്നത്. ഓഫീസായി പോയി. ഇതൊരു മറുപടി അല്ലെങ്കിൽ ഞാൻ തന്നേനെ. നീ വീട്ടിൽ വാ. മഹാ, താനെന്തിനാ എന്നോട് പാർക്കിലേക്ക് വരാൻ പറഞ്ഞത്? ഞാൻ ചോദിക്കണമെന്നൊന്നും വിചാരിക്കില്ല സിധു. മാഡത്തിന്റെയും തന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞങ്ങളുടെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഒരു പ്രശ്നമില്ലല്ലോ. 2 ദിവസം മുന്നേ മേഡം എന്നെ വന്ന് കണ്ടിരുന്നു. എന്തിന്? മേഡന്റെ അടുത്ത് ആദ്യം സംസാരിക്കുന്നത് കേട്ടപ്പോ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ മേഡം തെറ്റിദ്ധരിച്ചെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ മേഡം അരമണിക്കൂറായി എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇതുവരെയായിട്ടും എന്തിനാ വിളിച്ചെന്ന് പോലും മേഡം പറഞ്ഞില്ല. മഹയ്ക്ക് സിദ്ധുവിനെ ഇഷ്ടമാണോ? അയ്യോ മേഡം, സത്യമായിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ് സിദ്ധു. റിലാക്സ് മഹ, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഞാൻ മഹയ്ക്ക് സിദ്ധുവിനെ ഇഷ്ടമാണോ എന്ന് മാത്രമാണ് ചോദിച്ചത്. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ മാത്രം. മഹ, സിദ്ധുവിന്റെ ജീവിതത്തിൽ സിദ്ധു ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നെ കൊണ്ട് ഒരിക്കലും നിറവേറ്റി കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല. ഒരു ദിവസം ഞാൻ സിദ്ധുവിന്റെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടി വരും. അന്ന് അവന്റെ കൂടെ ഉണ്ടാവില്ലേ മഹാലക്ഷ്മി? മേഡം എങ്ങോട്ട് പോവാനാ? സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ സിദ്ധാർത്ഥ ആഗ്രഹിക്കുന്നത് അനാമികയെ മാത്രം. എന്നെക്കാട് കൂടുതൽ മേഡത്തിന് അറിഞ്ഞൂടെ സിദ്ധുവിനെ? എന്നിട്ട് ഇതുപോലൊക്കെ എന്തിനാ പറയുന്നേ? അറിയാം, എന്നാലും പറഞ്ഞെന്ന് മാത്രം. വേറെന്താ അനു പറഞ്ഞത്? വേറൊന്നും പറഞ്ഞില്ലേ സിദ്ധു. പക്ഷെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അനു അങ്ങനെ പറഞ്ഞ കാര്യമൊക്കെ എടുക്കരുത്. ഞാൻ അതിന് ക്ഷമ ചോദിക്കാം. അതൊന്നും സാരില്ല സിദ്ധു. മാഡത്തിന് എന്തോ വിഷമമുള്ള പോലെ എനിക്ക് തോന്നിയത്. സിദ്ധു മാഡത്തിൻ്റെ അടുത്ത് സംസാരിക്കും. ഞാൻ വരാം, കുറച്ചു നേരം കഴിയും വീട്ടിൽ വരാൻ.
ഇല്ല, ഞാൻ ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല. മമ്മ എനിക്ക് ഐസ്ക്രീം വേണം. മമ്മ എനിക്ക് ഹോയ്, ഈ കൊച്ചു പുറത്ത് നല്ല മഴയാ, അപ്പൊ അവന്റെ ഒരു ഐസ്ക്രീം. ഈ പാതിരാത്രിക്കാന്നുണ്ട് നിന്റെ ഐസ്ക്രീം? ഉറങ്ങാനും സമ്മതിക്കില്ലേ നീതു? ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ, എന്നെ എന്തിനാ വിളിക്കുന്നേ? സ്വന്തം മോന്റെ ആഗ്രഹമല്ലേ? എന്റെ മാത്രമല്ല, നിന്റെ കൂടി മോനല്ലേ. നിന്റെ വാശി ഞാൻ കാണിക്കുന്നത്. ഞാൻ അതിന് എന്ത് വാശി കാണിച്ചെന്നാ? എന്ത് വാശി കാണിച്ചെന്നോ? നട്ടപ്പാതിരാക്കി വിളിച്ച് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ നിന്റെ പ്രഗ്നൻസി സമയത്ത് നീ തന്നെയല്ലേ പറഞ്ഞിരുന്നേ? അതേ ഗുണം തന്നെ അവൻ കാണിക്കുന്നത്. രണ്ടുപേരും തല്ലുവിടാതെ എന്നെ ഒന്ന് പരിഗണിക്കുന്നുണ്ടോ? എനിക്ക് ഐസ്ക്രീം വേണം. എന്തോ നോക്കിയിരിക്കുവാടി, പോയി പരിഗണിക്ക് ചെല്ലേ. ദേ, ഈ ഒരു ഐസ്ക്രീമേ തരുള്ളൂ. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ നടിയാവും കിട്ടുക. ഡാഡിക്കും മമ്മിക്കും ഇപ്പൊ അച്ഛന് തീരെ ഇഷ്ടമല്ല. അനാമിക, മിസ്സസ് അനാമിക, എവിടെയാ നീ? അത് സിദ്ധുവിന്റെ സൗണ്ട് അല്ലേ? അവൻ എന്തിനാ ഈ നട്ടപ്പാത്രക്ക് ഇങ്ങനെ വിളിച്ചു പോകുന്നേ? സിദ്ധു, ഡാ. ആ, ഇവൻ കുടിച്ചിട്ടുണ്ടോ? സിദ്ധു, നീ കഴിച്ചിട്ടുണ്ടോ? എടാ, നിന്നോട് ചോദിക്കുന്നത്. കുടിച്ചു. അതിനെന്താ, എനിക്ക് കുടിക്കാൻ പാടില്ലേ? അമ്മ, അവളെ വിളിക്കേ. എന്റെ ഭാര്യ, എനിക്കിപ്പോ കാണണം അവളെ. സിദ്ധു, കുടിച്ചു വന്നിട്ട് എന്തിനാ ബഹളം വെക്കുന്നേ? പതിവില്ലാത്ത ശീലങ്ങളൊക്കെ എപ്പോ മുതലാ നീ തുടങ്ങിയത്? ഇവിടെ ഉണ്ടായിരുന്നോ? ഇഷ്ടാണെന്നും പറഞ്ഞ് എന്റെ പുറകെ നടന്ന് എന്നെ വളച്ച് നിന്റെ ഭർത്താവാക്കിയിട്ട് നിനക്കിപ്പോ എന്താ എന്നെ വേണ്ടാതെയോ? ആരുടെ കൊച്ചിന്റെ അടുത്ത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? വെള്ളം അടിച്ച് ഞാൻ വയറ്റിൽ കിടക്കണം. ബോധം വെടുപ്പില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ ഞാൻ ബോധത്തോടു കൂടി സംസാരിക്കുന്നേ. ഇവള് പറയട്ടെ, നീ ചാവാൻ പോവാനോടി? ആണോ? അത് നിനക്ക് മാരകമായിട്ടുള്ള രോഗമുണ്ടോ? സിദ്ധു, നീ കുടിച്ചിട്ട് ആവശ്യമില്ലാത്ത വിളിച്ച് പറയാതെ. വന്നേ കിടന്നേ, നമുക്ക് നാളെ സംസാരിക്കാം. നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്റെ കല്യാണം നടക്കാൻ പോവാ. 2ാം കെട്ട്. നിങ്ങൾക്ക് പുതിയ മരുമോളെ കിട്ടും. നിങ്ങളുടെ മരുമോളെ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചതാ, മഹാലക്ഷ്മി. മോളെ, ഇവൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? ചോദിക്കാനുള്ളടുത്ത് എന്തിനാ അവളെ എങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന്? ഞാൻ അവളെ ജീവനെ തുല്യം സ്നേഹിക്കുന്നതാണോ തെറ്റ്? അതിനുള്ള ശിക്ഷയാണ് അവള് തരുന്നത്. മോനെ, എന്താ മോളെ ഇത്? ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടിയല്ലേ ആ വിഷമൊക്കെ മനസ്സിൽ വെച്ച് എന്റെ മുന്നിലിങ്ങനെ എനിക്കത് കണ്ടിലൊന്നും വെക്കാൻ വയ്യ. ഞാൻ സിദ്ധുവിന്റെ ജീവിതത്തിൽ നിന്ന് പോയ അവൻ എന്തായാലും എന്റെ നിർത്തിക്കളഞ്ഞത് മുഴുപ്പിക്ക. നീ പറയാൻ പറ്റുന്നില്ലേ? ഒരു കുഞ്ഞിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് നീയാ. നീ അത് മനസ്സിലാക്കാതെ മോളെ, അച്ഛൻ നിനക്ക് എല്ലാത്തിനും കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇതിലില്ല. അച്ഛന് ക്ഷമിക്കാൻ പറ്റില്ല. ഇത് വിളിക്കരുത് നീ എന്നെ. എന്നെ മനസ്സിലാക്കിയിട്ടില്ല നീ. എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ അനു പോയ സിദ്ധു സന്തോഷമായിട്ടായിരിക്കും നീ കരുതിയില്ലേ? ഈ സിദ്ധുവിനെ നീ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് നീയാണ് ഇമ്പോർട്ടന്റ്. നീ ഇല്ലെങ്കിൽ സിദ്ധു ഇല്ല. പക്ഷെ നിനക്കത് അറിയണ്ടോ? ഇട്ടേച്ച് പോവാൻ വിചാരിച്ചല്ലേ? പോ എന്റെ അടുത്തുനിന്ന് പോ. എനിക്കത് കേക്കണ്ട. എന്റെ മുന്നിൽ നിന്ന് പോ നീ. അനു, സോറി അനു. നോക്കി നിൽക്കാതെ മോളെ എടുക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ആന്റി, അനുവിനിപ്പോ എങ്ങനെയുണ്ട്? എന്താ ശരിക്കും ഉണ്ടായത്? മോളെ, എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ അവളെ അടിച്ചത്? അവളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് കൈ വെക്കുന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല. മനഃപൂർവ്വമല്ല, അറിയാതെ പറ്റിപ്പോയതാ. അറിഞ്ഞോണ്ട് ഞാൻ എന്റെ അനുവിനെ വേദനിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഡോക്ടർ, എന്റെ അനു. ഡോക്ടർ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ പറയട്ടെ, സിദ്ധാർത്ഥിനോട് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അനുവിന്റെ ഹെൽത്ത് കണ്ടീഷൻ ശരിയല്ല, ശ്രദ്ധിക്കണമെന്നുള്ളത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? അനുവിന് ഇങ്ങനെ വരാൻ ഞാൻ കാരണം ഡോക്ടർ. എന്റെ അനു സിദ്ധു തന്നെ കാരണം. ഇനി അനുവിന്റെ ഹെൽത്ത് കണ്ടീഷൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ആപത്താവും. ഡോക്ടർ, അനുവിന് എന്താ പറ്റിയത്? ഒരാഴ്ചക്ക് മുന്നേ അനു എന്നെ വന്ന് കണ്ട സമയത്ത് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെക്കപ്പ് എടുത്തിരുന്നു.
പോസിറ്റീവ് ആയിരുന്നു റിസൾട്ട്. അനുവിനെ ഇപ്പോ വന്നപ്പോൾ ഞാൻ വീണ്ടും ചെക്കപ്പ് ചെയ്തു, കൺഫേം ചെയ്ത കാര്യം, ഷീ ഈസ് പ്രഗ്നന്റ്. ഡോക്ടർ, ഇതുപോലൊരു സന്തോഷ വാർത്ത ഇത്ര കാലമായിട്ട് കാത്തിരുന്നതാ. സിദ്ധു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എന്താ സിദ്ധാർത്ഥത്, സന്തോഷിക്കുന്ന സമയമല്ലേ? നമ്മൾ ഇത്ര നാളും കാത്തിരുന്ന ഇതിനു വേണ്ടിയല്ലേ? പിന്നെ ഇതുപോലെ നീ കെയർലെസ് ആയിട്ട് പെരുമാറരുത്. കൂടുതൽ സൂക്ഷിക്കേണ്ട സമയം. ഇന്ന് എന്തായാലും ഡിസ്ചാർജ് ചെയ്യുന്നില്ല, നാളെ ചെയ്യാം. ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, ആൾക്ക് ഭയങ്കര ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എന്തായാലും എഴുതി തരാം. മോനെ സിദ്ധു, സന്തോഷായില്ലടാ നിനക്ക്? സിദ്ധു, സന്തോഷം നിമിഷം അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വിടാം. അറിഞ്ഞിട്ടാലും അറിയാതെയാലും നീ അവളുടെ മേത്ത് നീ കൈ വെച്ചാ ആ കൈ ഞാൻ വീട്ടിൽ എടുക്കും. ഇപ്പൊ എന്തായാലും നീ അവളുടെ അടുത്ത് പോയി സംസാരിക്കേ. എനിക്ക് വേറെ കല്യാണം നോക്കിയതല്ലേ, ഞാൻ കല്യാണമൊക്കെ കഴിക്കാം. അതിനു മുന്നേ എന്റെ കൊച്ചിനെ എനിക്ക് തന്നിട്ട് പോയിക്കോണം. ഞാനും മഹാലക്ഷ്മി കൂടി പൊന്നുപോലെ എന്റെ ഫോണിൽ നോക്കിക്കോളാം. ഇവിടെ വാടി കരയാതെ. സിദ്ധുവിന്റെ കുഞ്ഞിനെ ഈ അനുവിനെ വേണം. നീ ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുത്ത് ഇനി സിദ്ധുവിനെ വേദനിപ്പിക്കരുത്. എനിക്ക് നല്ല വേദനിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടിച്ചത് നിനക്ക് വേദനിച്ചോ? ഐ എം സോറി, അറിയാതെ പറ്റിപ്പോയതാ. ഞാനല്ലേ സിദ്ധുവിനെ വേദനിപ്പിച്ചേ. ഐ എം സോറി. ഐ ലവ് യു. ഞാൻ അപ്പൂപ്പനായി. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞു നിൽക്കാതെ മോള് വരുമ്പോഴേക്ക് എന്തൊക്കെ മേടിക്കണേന്ന് ആലോചിക്ക്. കുറച്ച് പലഹാരങ്ങൾ ഞാൻ വീട്ടിലുണ്ടാക്കാം. പിന്നെ ഫ്രൂട്ട്സ്, നല്ല ഫ്രൂട്ട്സ് നോക്കി മേടിക്കണം. കെമിക്കൽ അടിച്ചൊന്നും മേടിക്കരുത്. മോൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കണം. അയ്യോ, ഈ സമയത്ത് ഇഷ്ടങ്ങൾ മാറുമല്ലോ. ഗേമ്മ, ആരുടെ ഇഷ്ടങ്ങളും മാറുന്നേ? എന്തിനാ ഇത്രയും സാധനങ്ങളൊക്കെ മേടിക്കുന്നേ? ദർശവാവയ്ക്കൊരു അനിയനും അനിയത്തി വരാൻ പോവാ. അനുവമ്മയ്ക്കൊരു കുഞ്ഞാവ് വരാൻ പോവാ. അതാ പറഞ്ഞ്. ഹായ്, എനിക്ക് അനിയനും അനിയത്തി വരാൻ പോവാ. എന്റെ ടോയെല്ലാം ഞാൻ കളിക്കാൻ കൊടുക്കും. എന്റെ ഒപ്പം കളിക്കാനൊക്കെ കൂടില്ലേ? തച്ചിട്ടിൻ്റെ ഒപ്പം കളിക്കാനും പഠിക്കാനും എല്ലാത്തിനും ആ കുഞ്ഞാവി ഉണ്ടാവും. എന്റെ കുഞ്ഞനിയനോ അനിയത്തിയല്ലേ? ഇങ്ങനെ അമർത്തി ഹഗ്ഗിയത് നിന്റെ വയറിനെ കേട്. നീ നിന്നെ ഇനി ഇങ്ങനെ കുട്ടിക്കളിയൊന്നും പാടില്ല. ഒരു കുട്ടിയാവാറ് ഇനി പക്വതോട് കൂടി പെരുമാറണം, കേട്ടോ? ഇവൾ പക്വതയോട് കൂടി പെരുമാറുന്നത് നടന്നേനെ. ഇനി കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ സിദ്ധ വിടാൻ പോന്നെ. 2 കുട്ടികളെ നോക്കണ്ടേ? സിദ്ധു, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇപ്പൊ തരാം. എന്നെ കാളിയാക്കുന്നു. മിണ്ടൂല. നീനു, എത്ര വലുതായും എന്റെ കൊച്ച് ഞങ്ങൾക്ക് കുട്ടി തന്നെയാ. ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള കുട്ടി. സിദ്ധുവിന് നോക്കാൻ പറ്റില്ലെങ്കിൽ അവളെ ഇവിടെ നിർത്തിയിട്ട് പോക്കോട്ടെ, അല്ലേ ഡാഡാ? അത് ഞാൻ സിദ്ധുവിന് നോക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പേരക്കുട്ടിനെ എന്റെ മോളെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കോ. അത് ഏത് വകയിലെ ന്യായം? ഞങ്ങളുടെയൊക്കെ പേരക്കുട്ടീനെ ഞങ്ങളുടെ മോളേനെ ഞങ്ങൾ നോക്കും. സിദ്ധുവിന് നോക്കാൻ പറ്റില്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും പൊക്കോട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ വേണം. ഞങ്ങൾ വിട്ടു തരാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്ന് കണ്ടാൽ മതി. ഒന്ന് നിർത്തോ? എന്താ ഞാൻ എപ്പോഴും പറഞ്ഞു എന്റെ ഭാര്യനെയും കുട്ടീനെ എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന്? നിങ്ങളായിട്ട് ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടി എന്തിനാ എന്റെ കുടുംബജീവിതം തകർക്കുന്നത്? നല്ല പാരന്റ്സ്. മോളെ അനു, നിന്നെ ഞാൻ പൊന്നുകൊണ്ട് നോക്കും. നീ ഒന്നുകൂടി ക്യൂട്ടപ്പോ. നിങ്ങൾ എല്ലാരും കൂടി ആ ചെക്കൻ എന്തിനാ വട്ട് കളിപ്പിക്കുന്നേ? പാവുണ്ടിട്ട് എന്റെ മോൻ. മോനെ സിദ്ധു, ഞങ്ങൾ എന്റെ കൂടെ. പിന്നെ മോളെ അനു, ഇനി ഓഫീസിലേക്കുള്ള പോക്കൊക്കെ കുറച്ചേക്ക്. റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇനി കുറച്ച് ദിവസം കൂടി നീ ഓഫീസിൽ പോയി. കുറച്ച് വർക്കില്ലേ, അത് തീർത്തേക്ക്. അത് കഴിഞ്ഞ് സിദ്ധുവും കിച്ചും കൂടിയിട്ട് ഓഫീസിലത്തെ കാര്യങ്ങൾ നോക്കിക്കോളൂ. മാഡം, കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ് മാഡം. താങ്ക് യു മാം. മാം കുറച്ച് നാളത്തേക്ക് ഇനി ഓഫീസിലേക്ക് വരവുണ്ടാവല്ലോ. റെസ്റ്റ് ആവില്ലേ? അതെ, ഇനി കുറച്ച് നാൾ റെസ്റ്റ് തന്നെ. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ വഴിക്ക് തന്നെ വരും. അപ്പൊ എന്റെ ഓർമ്മയൊക്കെ ഉണ്ടാവണം എല്ലാവർക്കും.
We will all miss you, ma'am. മീറ്റ് യു ഓൾ. ഞാനും കുറച്ച് നാൾ വീട്ടിൽ റെസ്റ്റ് എടുത്താലോ എന്ന് ആലോചിക്കാം. അതെന്താടാ നിനക്കുണ്ടോ വയറ്റില്? അതെടാ വി ആർ പ്രഗ്നന്റ് എന്നേ ഞാൻ പറയുള്ളൂ. നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ അത്രയധികം എൻ്റെ അനുവിനെ സ്നേഹിക്കുന്നുണ്ട്. എത്ര കാലം കാണുമോ എന്തോ കൊച്ചു വന്നതൊക്കെ തീർന്നു. എന്ത് തീർന്നു? അസൂയം കുശുമ്പോ നിനക്ക്. കൊച്ചു വന്നാലും അവൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഞാനായിരിക്കും. എന്റെ പൊന്ന് സിദ്ധു ഒന്ന് നിർത്തുന്നുണ്ടോ നീ? നിങ്ങൾ ആരും കണ്ണു വെക്കണ്ട. ഇവള് എനിക്ക് കുട്ടിയെക്കാട്ട് ഇമ്പോർട്ടൻറ്റ് തന്നിരിക്കും അല്ലേനു? സിദ്ധു എന്താ ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ കുഞ്ഞ് വലുതായി. നിന്റെ വയറ് കണ്ടില്ലേ? അവൻ്റെ അനക്കൊക്കെ എനിക്ക് നന്നായി അറിയാം. അവനാണ് അവളാണെന്ന് അറിയില്ല. എത്രയും പെട്ടെന്ന് വാ. കാത്തിരിക്കുക അച്ഛനമ്മ. പിന്നെ അമ്മയോട് ഒരു പാട്ട് പാടിത്തരാൻ പറഞ്ഞ്. ഏത് പാട്ടാന്നൊക്കെ അറിയാം, പാടിത്തരാവേ. ജീവൻ കൊണ്ട ദേഹം വാഴ്ക വന്നതോ மீதி ஜீவன் உன்னை பார்த்த போது வந்ததோ ஏதோ சுகம் உள்ளூரது ஏனோ மனம் தள்ளாடுது ஏதோ சுகம் உள்ளூரது ஏனோ மனம் தள்ளாடுது விரல்கள் தொடவா விருந்தை தரவா மார்போடு கண்கள் மூடவா மலரே மௌனமா மௌனமே വേദമാ. കൺഗ്രാറ്റുലേഷൻസ്. ആൺകുട്ടിയാണ് കേട്ടോ. ഓപ്പറേഷൻ ആയതുകൊണ്ട് മയക്കം തെളിയാൻ കുറച്ച് സമയം എടുക്കും. ഒരുപാട് നാളെ കാത്തിരുന്നിട്ട് കിട്ടിയ കൺമണി എൻ്റെ കുട്ടിയാണ് തന്നെയത്. എന്ത് ക്യൂട്ടാണ്. നല്ല ഉറക്ക. നല്ല പെയിനുണ്ടായിരുന്നല്ലേ അനു? മോളെ ഓക്കെ അല്ലേ? ഒരുപാട് വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇവനായിട്ട് കൺമണി കണ്ട് എന്റെ കയ്യിൽ കെട്ടിയപ്പോ എന്റെ വേദനയൊക്കെ മാറി.